നമസ്തേ. ഈ വീഡിയോയിൽ നമുക്ക് 12ാം ഭാവത്തെക്കുറിച്ച് 8 ഭാവങ്ങളെക്കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തു. 12ാം ഭാവത്തെക്കുറിച്ച് നമുക്ക് ഒരു വീഡിയോ ചെയ്യാം. അധികം പറഞ്ഞിട്ടില്ലാത്തൊരു ഭാവം തന്നെയാണ് 12ാം ഭാവം. 12ാം ഭാവത്തിൽ നവഗ്രഹങ്ങളും നിന്നാലുള്ള ഫലങ്ങളെക്കുറിച്ച്, അതുപോലെ ഓരോ ലഗ്നങ്ങൾക്കും 12ാം ഭാവത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ എടുക്കാൻ ഒരു പരന്ന രീതിയിൽ പറയണം അത്. പക്ഷെ എന്നാലും ചെറിയ വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം. 12ാം ഭാവത്തിൽ ഏതെല്ലാം ഗ്രഹങ്ങൾ. അപ്പോൾ 12ാം ഭാവത്തിൻ്റെ പ്രാധാന്യം നമുക്കറിയാം. ഏറ്റവും മോശം ദോഷസ്ഥാനങ്ങളാണ് 6, 8, 12. ഈ മൂന്നും ദോഷസ്ഥാനങ്ങളാണ്. ഇതിൽ പ്രധാനമായിട്ടും 6, 8 ആണ്. 12 എന്ന് പറയുന്നത് വ്യയമാണ്, ചെലവിൻ്റെ സ്ഥാനമാണ്. അതുപോലെ തന്നെ ദൂര സഞ്ചാരത്തിൻ്റെ സ്ഥാനമാണ്, അല്ലെങ്കിൽ സ്ഥാനമാറ്റത്തിൻ്റെ അധപതനത്തിൻ്റെ സ്ഥാനമാണ്, താഴ്ചയുടെയൊക്കെ സ്ഥാനമാണ്. അത് പാപത്വം വരുമ്പോഴാണ്. ശുഭത്വം വരുമ്പോൾ വിദേശബന്ധം, സ്ഥാനമാറ്റത്തിൽ ശുഭത്വം ഉണ്ടെങ്കിൽ 12ാം ഭാവത്തിന് അതീത ശുഭത്വം, ഗുരു, ശുക്രൻ, അതുപോലെ ചന്ദ്രൻ, പൗർണമി ചന്ദ്രൻ്റെ ദൃഷ്ടിയോ യോഗമോ വരികയാണെങ്കിൽ വിദേശത്ത് പോകാനുള്ള യോഗം കൂടിയ ജാതകമായിരിക്കും. അധികം വിദേശ ബന്ധം, സിറ്റിസൺഷിപ്പ് എടുത്ത് അവിടെ തന്നെ തങ്ങുകയോ, അല്ലെങ്കിൽ 12ാം ഭാവത്തിൻ്റെ ശുഭത്വത്തിനനുസരിച്ച് നാടിൽ നിന്ന് അല്ലെങ്കിൽ ജനിച്ച സ്ഥലത്ത് നിന്ന് മാറി താമസിക്കുന്ന ഒരവസ്ഥ പൊതുവേ ഉണ്ടാകുന്നു. പൊതുവേ നമ്മൾ കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ള ആളുകൾ തന്നെയാണ്. അവർക്കൊക്കെ ഈ 12ാം ഭാവത്തിന് ഒരു ശുഭത്വം വേണം. 8 അതർ സ്റ്റേറ്റാണ്, 12 മറ്റു ദേശങ്ങളാണ്, മറ്റു രാജ്യങ്ങൾ തന്നെയാണ്. അപ്പോൾ 4, 8, 12 എന്ന് പറയുന്ന ത്രികോണം, മോക്ഷ ത്രികോണം എന്ന് പറയും, അതിൽ പെടുന്നതാണ് ഈ 12. 4, 8, 12 ഇത് മോക്ഷ ത്രികോണത്തിൽ പെടുന്നതാണ് 12ാം ഭാവം. അപ്പോൾ 12ാം ഭാവത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ 12ാം ഭാവത്തിൽ ഏറ്റവും ഗുണമുള്ള ഗ്രഹം ശുക്രനാണ്. ശുക്രന് 12ാം മറവ് സ്ഥാനമല്ല, 3, 8 ആണ് മറവ് സ്ഥാനം. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. 12ൽ ശുക്രൻ ഉണ്ടല്ലോ, ശുക്രൻ മറഞ്ഞു പോയല്ലോ എന്ന് ചിന്തിക്കരുത്. 12ലെ ശുക്രൻ മറവ് തരില്ല, വ്യയം ചെയ്യാനുള്ള ശക്തി തരും എന്ന് മാത്രമല്ല, ലഗ്നത്തിനും 11ാം ഭാവത്തിനുമൊക്കെ ബലം ഉണ്ടെങ്കിൽ ധാരാളം ധനം ഉണ്ടാവും. 12ൽ ശുക്രൻ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് അയന ശയന ഭോഗസ്ഥാനമാണ് 12ാം ഭാവം. അയനമുണ്ട്, ശയനമുണ്ട്, നല്ല ഉറക്കമുണ്ട്, ഭോഗസ്ഥാനം, ഭോഗമുണ്ട്, ഭോഗസുഖങ്ങൾ ആസ്വദിക്കാനുള്ള സാധനവും ഈ ഭാവവും വന്നിട്ട് 12ാം ഭാവമാണ്. അയന ശയന ഭോഗസ്ഥാനം. അപ്പം അയനം എന്ന് പറയുന്നത് വിദേശ രാജ്യങ്ങളിലേക്കുള്ള യാത്രകളെ സൂചിപ്പിക്കും. ശയനം നമുക്ക് നിത്യമുള്ള ഉറക്കത്തെ, നിത്യമായ ഉറക്കമുണ്ട്, നിത്യമുള്ള ഉറക്കമുണ്ട്. നിത്യമായ ഉറക്കം എന്ന് പറയുന്നത് മരണമാണ്. അത് 8ഉം 12ഉം ചേർന്നത് അഷ്ടമം തന്നെയാണ്. 12ാം ഭാവം നമ്മൾ സഞ്ചാരത്തെ, പാദത്തെ സൂചിപ്പിക്കുന്നതുകൊണ്ട് തന്നെ സഞ്ചാരമാണ്. അതിൻ്റെ ഒപ്പം നിത്യമായ ഉറക്കം, അയനശയനം, ഭോഗസ്ഥാനം. അപ്പോൾ ഭോഗം എന്ന് പറയുന്നത് ദാമ്പത്യത്തിലുള്ള ഭോഗങ്ങളും സുഖങ്ങളും, ദാമ്പത്യ സുഖങ്ങളെ ആസ്വദിക്കാനുള്ള ശേഷിയൊക്കെ 8നും 12നും ഒരുപോലെ ബലമുണ്ടെന്ന് അർത്ഥം. പിന്നെ 12ാം ഭാവത്തിൽ ശുക്രൻ അതുകൊണ്ടാണ് നല്ലത് എന്ന് പറയുന്നത്. മേടലഗ്നക്കാർക്ക് നോക്കൂ, ശുക്രൻ 12ൽ ഉച്ചം ചെയ്ത് നിൽക്കും, നല്ലതായിരിക്കും. മേടലഗ്നക്കാർക്ക് ഉച്ചം ചെയ്ത് ശുക്രൻ നല്ലതായിരിക്കും. 12ൽ ആര് മോശം ചെയ്യുക? ശനി മോശം ചെയ്യും, അമാവാസി ചന്ദ്രൻ മോശം ചെയ്യും. രാഹു വലിയൊരു ദോഷം ചെയ്യൽ കാണലില്ല. പക്ഷെ രാഹു 12ാം ഭാവത്തിന് കേടുവരുത്തും. രാഹു ആണെങ്കിലും ശനിയാണെങ്കിലും നിൽക്കുന്ന സ്ഥാനത്തിന് കേടുവരുത്തിയിട്ടാണ് ഫലം തരിക. എവിടെ നിന്നാലും ആ സ്ഥാനത്തിന് കേടുവരുത്തും എന്നുള്ളതാണ്. അപ്പോൾ ശനിയൊക്കെ ശുഭത്വമില്ലാതെ നിന്നാൽ ആ ഭാവം കേടുവരും എന്നുള്ളതാണ്. ഗ്രഹത്തിൻ്റെ ദോഷം ഭാവത്തിനെ ബാധിക്കും. അതായത് ഒരു നല്ല വീട്ടിൽ ഒരു കെട്ടവൻ വന്ന് നിന്ന് കഴിഞ്ഞാൽ ആ വീടിൻ്റെ ശാന്തി സമാധാനമൊക്കെ പോകുന്ന പോലെയാണ് ശനിയോ രാഹുവോ ചൊവ്വയോ അങ്ങനെയുള്ള ഗ്രഹങ്ങളൊക്കെ ഓരോ ഭാവത്തിൽ വരുമ്പോഴും. അത് പ്രത്യേകിച്ചും 12ൽ വരുമ്പോൾ 12ാം ഭാവത്തിന് കേടുവരും. 12ാം ഭാവത്തിന് അയന ശയന ഭോഗ സുഖങ്ങളൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അതിൽ ഇടത് കണ്ണ് 12ാം ഭാവമാണ്, സഞ്ചാരം 12ാം ഭാവമാണ്, ജയില് 12ാം ഭാവമാണ്, ജയിൽ വാസം, ഹോസ്പിറ്റൽ വാസം 8, 12 ചേർന്നതാണ്. പക്ഷേ 12 വളരെയധികം പാപത്വം വന്നു. 12ാം ഭാവാധിപൻ്റെ ദശ വന്നു. 12ാം ഭാവാധിപൻ ഏത് ഗ്രഹമാണെങ്കിലും, ഇപ്പോൾ എക്സാമ്പിൾ ധനുർ ലഗ്നമാണ്, 12ാം ഭാവാധിപൻ ശനിയാണ്. ശനി 12ൽ തന്നെ നിൽക്കുകയാണ്. അതിൻ്റെ കൂടെ രാഹുവോ അല്ലെങ്കിൽ അമാവാസി ചന്ദ്രനോ യോഗം ചെയ്തിട്ടുണ്ടെന്ന് വയ്ക്കുക. 12ാം ഭാവത്തിൽ അതിൻ്റെ
ശനിക്ക് അല്ലെങ്കിൽ 5-ാം ഭാവത്തിൽ, ശനിക്ക് 6-ൽ അല്ലെങ്കിൽ ലഗ്നത്തിൻ്റെ 5-ലായിട്ട് ചൊവ്വ നിൽക്കുന്നുണ്ടെന്ന് വയ്ക്കാം. അപ്പോൾ ചൊവ്വാദശയിൽ ശനിയുടെ അപഹാരത്തിൽ ജയിൽവാസം, പോലീസ് വഴക്ക് കേസ്, ജയിൽ അല്ലെങ്കിൽ ആശുപത്രിവാസം, ഇങ്ങനെയുള്ള ദോഷങ്ങളൊക്കെ വരും. അതുപോലെ തന്നെ ശനി ദശയാണ് വരുന്നത്. ശനി രാഹുബന്ധം വന്ന ശനി, നീചനായ ചന്ദ്രൻ, നീചനായ ചൊവ്വ, അവിടെ നീചനായ ചൊവ്വയും ഇവിടെ അമാവാസി ആയിട്ടുള്ള ചന്ദ്രൻ്റെ യോഗം അല്ലെങ്കിൽ രാഹുയോഗം ചെയ്ത ശനിയും 12-ൽ നിന്ന് ധനുർ ലഗ്നക്കാർക്ക് ലഗ്നാധിപന് ബലമില്ലാത്തൊരവസ്ഥയിൽ, ലഗ്നാധിപൻ അഷ്ടമത്തിൽ മറയുകയും ചെയ്ത് അങ്ങനെ ഒരു സമയത്ത്, അങ്ങനെയുള്ള ഒരു ജാതകത്തിൽ ശനിദശ വരികയോ അല്ലെങ്കിൽ ചന്ദ്രദശ വരികയോ അല്ലെങ്കിൽ ചൊവ്വാദശ, ചന്ദ്രദശയല്ല ചൊവ്വാദശ വരിക. ചൊവ്വാദശ യോഗദശയാണ്. ചൊവ്വാദശയേക്കാൾ ശനിദശയാണ് അവിടെ. ശനിദശയിൽ ചൊവ്വയുടെ അപഹാരം, 6-ൽ നിൽക്കുന്ന ചൊവ്വ, അതായത് ശനിക്ക് 6-ൽ നിന്ന് ചൊവ്വയുടെ അപഹാരം വരും. അല്ലെങ്കിൽ ചൊവ്വ വന്നിട്ട് കന്നിയിൽ നിന്നാലും മതി, അത് കർക്കടകത്തിൽ നിന്നാലും മതി, എവിടെ നിന്നാലും ശനിക്ക് 6-ൽ ചൊവ്വയോ രാഹുവോ നിന്ന് അതിൻ്റെ അപഹാരങ്ങൾ, ചൊവ്വയും രാഹുവും അടുത്തടുത്ത് തന്നെ വരിക എന്ന് വയ്ക്കുക. കന്നിയിൽ രാഹു, കർക്കടകത്തിൽ ചൊവ്വ എന്ന രീതിയിൽ ശനിദശ നടന്ന് ചൊവ്വയുടെയോ രാഹുവിൻ്റെയോ അപഹാരങ്ങൾ വരുമ്പോൾ ജയിൽവാസം അനുഭവിക്കാം, ആശുപത്രിവാസം അനുഭവിക്കാം. അത് 8-ൻ്റെ ബലത്തിന് ഏതാണ് ഏറ്റവും മോശം ബലം, അതായത് 12-ാം ഭാവമാണ് ഏറ്റവും കൂടുതൽ കെട്ടുകിടക്കുന്നെങ്കിൽ ജയിൽവാസമാണ്. കേസ് വഴക്ക്, കേസരി യോഗം കൂടി ഉണ്ടെന്ന് വയ്ക്കുക, കേസായി. അതായത് ഗജകേസരി യോഗം എന്ന് പറയുന്ന ഗുരുവും ചന്ദ്രനും തമ്മിൽ ബന്ധം വന്നു എന്ന് വയ്ക്കാം. ഇപ്പം 2-ൽ ഗുരു നിന്നു, 8-ൽ ഗുരു നിന്നു, 2-ൽ നിൽക്കുന്ന ചന്ദ്രൻ നോക്കി, അങ്ങനെയൊക്കെ ആണെങ്കിലും ശത്രുക്കൾ വന്നു, കേസ് വഴക്ക് വന്നു. അപ്പോൾ 8-ാം ഭാവത്തിനാണ് ദോഷം എന്ന് വയ്ക്കുക. അതായത് ശുക്രൻ്റെ ക്ഷേത്രമായ തുലാത്തിലാണ് ദോഷം വന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോഗ്യ നാശം കൊണ്ട് ആശുപത്രിയിൽ, അതും ജയിൽവാസം തന്നെയാണ്. നമുക്ക് ഇളകാൻ പറ്റാതെ നമ്മുടെ സഞ്ചാരത്തെ ബ്ലോക്ക് ചെയ്യുന്ന 12-ാം ഭാവം സഞ്ചാരമാണെന്ന് പറഞ്ഞു. അതിനെ പൂർണ്ണമായിട്ടും തടുക്കുന്ന തരത്തിൽ 12-ാം ഭാവത്തിൽ പാപത്വം വരുമ്പോൾ സംഭവിക്കും. ജയിലാവാം, ആശുപത്രി ആവാം, അല്ലെങ്കിൽ ശത്രുവിനെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ കാരണമാവാം, പല രൂപത്തിലാണ് വരിക. അപ്പോൾ അത് നമ്മൾ തിരിച്ചറിയുന്നത് 8-നാണോ ദോഷം കൂടുതൽ, 12-ലാണോ പാപത്വം കൂടുതൽ. പാപന്മാർ ഏത് ക്ഷേത്രത്തിൽ വന്നു നിന്നാൽ ആ ക്ഷേത്രത്തിനെ കേടുവരുത്തുമെന്ന് പറഞ്ഞു. അപ്പോൾ 12-ൽ ശനി നിന്ന്, അവിടെ തന്നെ രാഹു നിന്ന്, അവിടെ തന്നെ അമാവാസി ചന്ദ്രനും ഒക്കെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അമാവാസി ചന്ദ്രൻ പറഞ്ഞ സൂര്യയോഗത്തോടു കൂടി ശനി, സൂര്യൻ, ശനി, രാഹു, ചന്ദ്രൻ, ഈ 4 ഗ്രഹങ്ങൾ 12-ൽ നിന്ന്, അതേസമയം ഈ 4 ശനിയുടെ ദശയിൽ സൂര്യാപഹാരം വന്നാലും ശരി, ചന്ദ്രാപഹാരം വന്നാലും ശരി, രാഹുവിൻ്റെ അപഹാരം വന്നാലും ശരി, 5-ൽ കർക്കടകത്തിൽ നിൽക്കുന്ന ചൊവ്വ അത് അപഹാരം വന്നാലും ശരി, ഇതെല്ലാം ജയിൽവാസത്തെ സംഭവിക്കും. അപ്പോൾ ഈ ശനിയുടെ ദശ നമുക്ക് ജയിൽവാസം കൊണ്ടുവന്ന് തരും. അല്ലെങ്കിൽ ആശുപത്രിവാസം 6, 8, 12 ഭാവങ്ങളെ കൊണ്ട് ശ്രദ്ധിച്ച് ഏതാണോ ഏറ്റവും കൂടുതൽ കേടുവരുന്നത്, ഒരു ജാതകം എടുത്തു കഴിഞ്ഞാൽ ഏത് ഭാവത്തിനാണോ ഏറ്റവും ദോഷം വരിക ദശ, അപ്പോൾ 6, 8, 12 ഭാവാധിപൻ്റെ ദശകൾ വരുമ്പോൾ ആ ഭാവത്തിനാണ് ദോഷം വരിക. ഏറ്റവും ദോഷം, അതായത് ഏത് ഭാവമാണോ ഏറ്റവും ദോഷത്തിൽ നിൽക്കുന്നത് നമ്മൾ ആദ്യം നോക്കണം. 6-ാം ഭാവമാണോ, 8-ാം ഭാവമാണോ, 12-ാം ഭാവമാണോ, അപ്പോൾ അതിനനുസരിച്ച് ഏത് ഭാവത്തിന്, അല്ലെങ്കിൽ ഏത് ഭാവമാണോ കേട്, സഹോദര ഭാവമാണോ, അല്ലെങ്കിൽ ഏത് ഭാവത്തിനാണ്, മാതൃഭാവത്തിനാണോ. അപ്പോൾ മാതാവിനെ കൊണ്ട് മാതാവ് ആശുപത്രിവാസം അനുഭവിക്കുന്നതിൻ്റെ കൂടെ നിന്നിട്ട് നമ്മൾ ജയിൽവാസം പോലെ അനുഭവിക്കേണ്ടി വരും. 9-ാം ഭാവത്തിനാണ് കേടുവന്നെങ്കിലോ പിതാവിനെ കൊണ്ട് നമ്മൾ ജയിൽവാസം, അതായത് പിതാവിന് ആശുപത്രിവാസമോ അല്ലെങ്കിൽ പിതാവിനെ കൊണ്ടുള്ള അത് നമ്മൾ അതിന്ന് മനസ്സിലാക്കിയെടുക്കേണ്ടത് ഏത് ഭാവത്തിനാണോ ഏറ്റവും കൂടുതൽ പാപഗ്രഹങ്ങളുടെ പീഡ വന്നത്, ബന്ധം വന്നത്, ആ ഭാവത്തിൻ്റെ ഫലമാണ് നമ്മൾ മോശം ദശയിൽ അനുഭവിക്കുക. ഇതാണ് അതൊന്ന് മനസ്സിലാക്കിയെടുക്കുന്നത്. ദശയിലെ ആധിപത്യ ഫലമാണ് തരിക. 12-ാം ഭാവാധിപനായ ശനിയുടെ ദശ നടക്കുമ്പോൾ 12-ാം ഭാവാധിപത്യം ജയിൽവാസം, അല്ലെങ്കിൽ സഞ്ചാരബന്ധം, സഞ്ചാരത്തെ നിർത്തുക, സഞ്ചാരത്തെ ഇല്ലാതാക്കുന്ന ശനി. ഇങ്ങനെയാണ് 12-ാം ഭാവത്തിൻ്റെ ഫലം വരിക. അതിൽ ശുക്രൻ നിൽക്കുന്നത് നല്ലതാണ്. വിദേശവാസം ഉണ്ടാവും, ലക്ഷറി ഉണ്ടാവും, നല്ല അയനശയന ഭോഗങ്ങളുണ്ടാവും, നല്ല ദാമ്പത്യ യോഗം ഉണ്ടാവും. ഇതെല്ലാം 12-ൽ ശുക്രൻ തരും. എക്സ്പെൻസ്, ചിലവ് ചെയ്യാനുള്ള ധനവും തരും. ധനം ഉണ്ടെങ്കിലല്ലേ ചിലവ് ചെയ്യാൻ പറ്റുള്ളൂ. വെറുതെ ശുക്രൻ നിൽക്കില്ല. ശുക്രൻ നിൽക്കുമ്പോൾ അതിനനുസരിച്ച് ലഗ്നബലം കൂടി ഉണ്ടെങ്കിൽ ചിലവ് ചെയ്യാനുള്ള ധനം ശുക്രൻ തരും. നല്ല ജീവിതമായിരിക്കും 12-ൽ ശുക്രൻ. പൊതുവേ ദോഷം വരില്ല. 12-ൽ പാപൻ, ശനിയുടെ കാര്യം പറഞ്ഞു, ജയിൽവാസം കാര്യങ്ങൾ. ചൊവ്വ വന്നാലും ഇതൊക്കെ തന്നെയാണ്. 12-ൽ ചൊവ്വയും ശുഭനല്ല.
അതുപോലെ പാപന്മാർ രാഹു വന്ന് ചൊവ്വ വന്നു അമാവാസി ചന്ദ്രനൊക്കെ 12-ൽ വരുന്നത് അതിന് ആ ഭാവത്തിനെ കേടുവരുത്തുക ചെയ്യുക. ഒരു ഭാവത്തിലെ പാപൻ വന്നാൽ ഭാവം കേടുവരും. ഭാവത്തിൽ എന്താണ്? സഞ്ചാരം കേടുവരും, ഇടത് കണ്ണ് കേടുവരും, ജയിൽവാസം അനുഭവിക്കും. സഞ്ചാരം കേടുവരുന്ന വേണ്ടി ആശുപത്രിവാസം ആവാം, ജയിൽവാസം ആവാം, അല്ലെങ്കിൽ ആരെങ്കിലും പ്രതി. ഇപ്പോൾ നമുക്ക് ഒരു വയ്യാത്തൊരു സന്താനം ഉണ്ടായി, അപ്പോൾ ആ സന്താനത്തിന് വേണ്ടിയിട്ട് നമ്മൾ മാസങ്ങളോളം നമ്മൾ ചിലപ്പോൾ ജോലിയൊന്നും പോകാൻ പറ്റാതെ സഞ്ചാരത്തെ മൊത്തം മുടക്കിയിട്ട് നിൽക്കേണ്ടി വരും. അപ്പം ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ആ ഭാവത്തിൽ പാപൻ വരുമ്പോൾ വരും. ശുഭൻ വന്നാലോ ഗുരുദൃഷ്ടി, ഗുരുയോഗം, പൗർണമി ചന്ദ്രൻ. അച്ഛൻ ഇത് പറഞ്ഞു, ശുക്രൻ്റെ കാര്യത്തെ പറഞ്ഞു. പക്ഷേ ഗുരു ആണെങ്കിലോ ശുക്രനാണെങ്കിലോ ചന്ദ്രൻ്റെ പൗർണമി ചന്ദ്രൻ്റെ ദൃഷ്ടി യോഗങ്ങളൊക്കെ ആണെങ്കിൽ ഇയാൾ വിദേശത്ത് പോവും. എപ്പോൾ? ആ ദശ വരുമ്പോൾ. 12-ാം ഭാവാധിപൻ അല്ലെങ്കിൽ ചരരാശിയിൽ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ദശ വരുമ്പോൾ. ചരരാശി എന്ന് പറഞ്ഞു, ചരരാശി 4 മേടം, കർക്കിടകം, തുലാം, മകരം എന്നീ രാശികളിൽ പ്രത്യേകിച്ചും കർക്കിടകത്തിൽ നിൽക്കുന്ന ഗ്രഹത്തിൻ്റെ ദശാപഹാരങ്ങൾ വരുമ്പോൾ വിദേശം പോകും. അല്ലെങ്കിൽ രാഹുവിൻ്റെയോ കേതുവിൻ്റെയോ ദശാപഹാരങ്ങൾ വരുമ്പോഴായിരിക്കും വിദേശത്ത് പോവുക. അപ്പോൾ 12-ാം ഭാവത്തിൻ്റെ ഒരു പ്രധാന ഫലം വിദേശം തന്നെയാണ്. സഞ്ചാരം തന്നെയാണ്. അപ്പോൾ സഞ്ചാരത്തെ ഭംഗം വരുന്നതാണ് പാപന്മാർ വരുമ്പോൾ. ചൊവ്വാശനി ബന്ധം. ഇപ്പോൾ കേസ് വഴക്കൊക്കെ പെടുന്ന ആളുകൾ ഇവർ ജയിലിൽ പോവോ, കേസ് തോറ്റ് ജയിലിൽ പോകാൻ തീരുമാനിക്കുമ്പോൾ 11-ാം ഭാവാധിപൻ്റെ ദശാപഹാരങ്ങളാണ് വരുന്നെങ്കിൽ അതൊന്ന് ജയിച്ചു വരും. 12-ാം ഭാവാധിപൻ്റെ ദശാപഹാരങ്ങളാണ് വരുന്നത്, 12-ാം ഭാവാധിപൻ കെട്ടിട്ടുമാണ് ഉള്ളതെങ്കിൽ അവർ തോറ്റ് ജയിലിലേക്ക് പോകുന്നത് നമുക്ക് ഉറപ്പിക്കാം. അങ്ങനെയാണ് ഫലം എടുക്കുക. 12-ാം ഭാവത്തിൻ്റെ ഫലത്തെക്കുറിച്ച് നമ്മൾ ഏത് ഭാവമാണെങ്കിലും ഇങ്ങനെയാണ് നമ്മൾ ഫലം ആ ഭാവം നശിക്കുകയോ ആ ഭാവത്തിൻ്റെ ഗുണഫലങ്ങൾ കിട്ടുമോ. ഭാവത്തിലെ ഗുണഫലങ്ങളും ഉണ്ട്. സഞ്ചാരം മുടങ്ങുക എന്ന് പറയുന്നത് ജയിലാണ്. സഞ്ചാരം ഉണ്ടാവുക എന്ന് പറയുന്നത് വിദേശത്ത് പോയി ധനസമ്പാദനം ഉണ്ടാവുകയാണ്. വിദേശത്ത് പോയിട്ട് ജയിലിൽ പോവോ, അതും ഉണ്ട്. അപ്പോൾ അതിൽ ശുഭത്വവും പാപത്വവും ചേർന്ന് വരണം. അപ്പോൾ രാഹുദശ വന്നു, 12-ാം ഭാവത്തിന് പാപത്വം വന്നു, വിദേശത്ത് പോയിട്ട് എന്തെങ്കിലും കേസ് വഴക്കായിട്ട് ജയിലിൽ പോകും. അപ്പോൾ അങ്ങനെയും വരാം. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഇതൊന്ന് വായിച്ചെടുക്കാം. 12-ാം ഭാവത്തിൻ്റെ ഫലങ്ങളെ നമ്മൾ വായിച്ചെടുക്കുക. അതിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ ശുഭമാണോ അല്ലെങ്കിൽ പാപനാണോ എന്ന് കണക്കാക്കിയിട്ടാണ്. ലഗ്നത്തിൻ്റെ ബലം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലഗ്നം ശുഭനാണെങ്കിൽ എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും അയാൾ അതിനെ മറികടക്കും. കുറച്ച് ദിവസമേ ജയിലിൽ കിടക്കുള്ളൂ. ഇപ്പോൾ മന്ത്രിമാരൊക്കെ ജയിലിൽ കിടക്കുന്നുണ്ടല്ലേ, അവരൊക്കെ ഇതുപോലെയാണ്. പക്ഷെ അവർക്ക് ബലം ഉണ്ടായിരിക്കും, ലഗ്നബലവും മറ്റു ബലമൊക്കെ ഉണ്ടാവും. അവർ ജയിലിൽ കിടന്നാലും നല്ല രീതിയിൽ കിടക്കും. അപ്പോൾ ലഗ്നത്തിന് ബലം ഉണ്ടാവും. ലഗ്നത്തിന് ബലം ഉണ്ടെങ്കിൽ കിടക്കുന്ന ജയിൽവാസം വേറെ, ലഗ്നത്തിന് ബലമില്ലാതെ കിടക്കുന്ന ജയിൽവാസം വേറെ. അപ്പോൾ രണ്ടും രണ്ട് രീതിയിലാണ്. സഞ്ചാരത്തെ മുടങ്ങും, പക്ഷേ ലഗ്നഫലത്തിനനുസരിച്ച് തന്നെയാണ് അപ്പോഴും എന്ത് വരുള്ളൂ, ഫലം വരുള്ളൂ. എവിടെ ഏത് ഭാവം 1 മുതൽ 12 ഭാവങ്ങൾ ഏത് ഭാവത്തിൻ്റെ ഫലം എടുക്കുമ്പോഴും നമ്മൾ ലഗ്നത്തിനെ നോക്കണം. ലഗ്നത്തിൻ്റെയും ലഗ്നാധിപൻ്റെയും ബലത്തിനനുസരിച്ചാണ് ആ ഭാവം. 6-ാം ഭാവാധിപൻ്റെ ദശയാണെങ്കിലും 8-ാം ഭാവാധിപൻ്റെ ദശയാണെങ്കിലും 12-ാം ഭാവാധിപൻ്റെ ദശയാണെങ്കിലും ലഗ്നാധിപൻ്റെ ബലത്തിനനുസരിച്ചാണ് ഫലം വരിക. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വേദജ്യോതിഷത്തിൻ്റെ 6 ചക്രങ്ങളെക്കുറിച്ചും 2 പാളത്തെക്കുറിച്ചും നന്നായി പറഞ്ഞിരുന്നു. ആ വീഡിയോയിൽ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഇതിലിടയ്ക്ക് കാണുക. കാരണം ജ്യോതിഷത്തിൻ്റെ ഒരു പ്രാധാന്യമുണ്ട്. ദശ എന്താണ്, ലഗ്നം എന്താണ്, ആധിപത്യം എന്താണ്, കാരകത്വം എന്താണ്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റാണ്. എപ്പോൾ ആധിപത്യം എടുക്കണം, എപ്പോൾ കാരകത്വം എടുക്കണം, എപ്പോഴാണ് ദശാഫലം വരിക, എങ്ങനെയാണ് ദശാഫലം വരിക, ആധിപത്യ ഫലമാണോ ആദ്യം തരിക, കാരകത്വം, ഇതെല്ലാം ആ വീഡിയോയിൽ ചെറുതായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഭാവം കാരകത്വമാണോ ഗ്രഹത്തിൻ്റെ കാരകത്വമാണോ എടുക്കേണ്ടത്. ഇത് രണ്ടും ഗോചരം എന്ന് പറയുന്നതും ജന്മജാതകം എന്ന് പറയുന്ന 2 പാളത്തിലൂടെയാണ് പോകുന്നത്. അങ്ങനെ 6 കാര്യങ്ങളെ പ്ലസ് 2 പാളങ്ങളെക്കുറിച്ചും കഴിഞ്ഞ വീഡിയോയിൽ നന്നായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഇത് കാണാൻ ശ്രമിക്കുക. എന്തായാലും 12-ാം ഭാവത്തിനെ കുറിച്ച്, ഇത് ഏത് ഭാവമാണെങ്കിലും 12-ാം ഭാവം എന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. 6ഉം 8ഉം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. 12-ാം ഭാവത്തിൽ അതുപോലെ ശുഭഗ്രഹങ്ങളാണെങ്കിൽ വിദേശയോഗവും മറ്റ് ഗുണങ്ങളൊക്കെ അനുഭവിക്കും. പാപഗ്രഹങ്ങളാണെങ്കിൽ ശുഭഗ്രഹങ്ങളാണെങ്കിൽ 6ലേക്ക് ദൃഷ്ടി, 6-ാം ഭാവത്തിൻ്റെ ദൃഷ്ടി പിന്നത്തൊരു കഥയാണ്. 12ൻ്റെ കഥയാണ് ഇപ്പോൾ പറയുന്നത്. 12-ാം ഭാവത്തിൽ പാപഗ്രഹങ്ങളാണെങ്കിൽ ജയിൽവാസം, ആശുപത്രിവാസം, യാത്രാ മുടക്കുകൾ, യാത്രാ സൗകര്യക്കുറവ്, അയന ശയന ഭോഗസ്ഥാനത്തിൻ്റെ കുറവുകൾ, വിവാഹഭംഗങ്ങൾ, സുഖമായ ദാമ്പത്യം ഇല്ലാതിരിക്കുക. പാപഗ്രഹം വന്നു കഴിഞ്ഞാൽ അതാണ്, നല്ലൊരു ലൈഫ് ഉണ്ടാവില്ല.
നല്ലൊരു ലൈഫ് കിട്ടണമെങ്കിൽ, ദാമ്പത്യ സുഖം അനുഭവിക്കണമെങ്കിൽ 12ാം ഭാവത്തിന് ശുഭത്വം വരണം. ഇതെല്ലാം വന്നിട്ട് 12ാം ഭാവമാണ്. അപ്പോൾ 12ാം ഭാവത്തിൻ്റെ ശുഭത്വവും ശുക്രൻ്റെ ശുഭത്വവും ഒക്കെ വളരെ പ്രധാനമാണ്. എന്തായാലും അതിനെക്കുറിച്ചുള്ള ചെറിയൊരു വീഡിയോ ആണ് ഇതിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്.